വാഴ 2 സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സവിൻ എസ്.എ എന്ന് പറഞ്ഞൊരു സംവിധായകനാണ്, പുതിയൊരു ഡയറക്ടറാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വിപിൻ ദാസ് തന്നെയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹാഷിറും ടീമും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ. നല്ല ഫൺ മൂടി പോകുന്ന ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ കൂട്ടത്തിലും കൊണ്ടുപോകും. അതുപോലത്തെ ഒരു ലെവലിൽ പരിപാടിയാണ് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ആണെങ്കിൽ കോമഡി ഒക്കെ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ കുറേ ക്ലീഷേ ബ്രേക്കിംഗ് സീൻസ് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിക്ക് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ പോയാൽ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു പീക്ക് ലെവൽ ഫൈറ്റ് സീനുണ്ട്, ഒരു കിടിലൻ ഫൈറ്റ് സീനാണ്. അത് കഴിഞ്ഞുള്ളൊരു പോലീസ് സ്റ്റേഷൻ സീനും ഒക്കെയാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു പോലീസ് കഥാപാത്രമാണെങ്കിലും നല്ല രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളി കുറച്ച് കൂടുതൽ സിനിമകൾ കൂടുതലായിട്ട് ചെയ്യട്ടെ, നല്ല രസമായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഒരു ലൂസിഫറിൻ്റെ FDFS സീനോട് അതൊരു തിയേറ്ററിലാണെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു സീൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ടെങ്കിലും ചെറുതായിട്ട് നമുക്കൊന്ന് കുറച്ച് ലെങ്ത് ഉണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിക്ക് ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും ഇടയ്ക്ക്. എങ്കിലും ആ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിൽ അതിനെയും തരണം ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇതിൻ്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഈ ഒരു സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണത്. ക്ലൈമാക്സ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെയാണ് ആ ഒരു സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നതും. എന്തായാലും ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു നല്ല കിടിലൻ ഒരു സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലാണെങ്കിലും എല്ലാവരും ഇമോഷണലായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. ഇവരൊക്കെ ഇത്രയും നന്നായിട്ട് ഇമോഷൻ സീൻസൊക്കെ കൈകാര്യം ചെയ്യുമോ നമുക്ക് തോന്നിപ്പോകുന്ന രീതിക്കത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു തുടക്കത്തിലൊരു സിനിമ എന്ന് വിചാരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയറക്ടറും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ചിത്രം തന്നെയാണ്. ഈ ഒരു അവധിക്കാലത്താണെങ്കിൽ എല്ലാവർക്കും പോയി അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. എന്തായാലും ആരും മിസ്സാക്കരുത്, പക്ക തിയേറ്റർ മെറ്റീരിയലാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ. അതേപോലെ തന്നെ വാഴ ഫസ്റ്റ് കണ്ടിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡും കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളതോട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.